Hey guys, welcome back to another video. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു സ്റ്റുഡിയോ മോണിറ്ററിംഗ് ഹെഡ്സെറ്റ് ആണ്, ഓവർ ദ ഹെഡ്. ഇതിൻ്റെ മോഡൽ നെയിം വന്നിട്ട് MDR7506 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. സ്റ്റുഡിയോ പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എഡിറ്റിംഗ്, പോഡ്കാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ഹെഡ്ഫോണാണിത്. എഡിറ്റിംഗ് ടൈമിലേക്ക് സൗണ്ട് സെപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ ഗായ്സ്, ഇത് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേറൊരു ബോക്സ് ഉണ്ട്. ഇതാണ് ഹെഡ്ഫോൺ. കൂടെ ഒരു പൗച്ച് തരുന്നുണ്ട്, സോണിയുടെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിനകത്ത് മറ്റേ സ്ക്രാച്ച് വരാണ്ടിരിക്കാനായിട്ട് ഒരു മെറ്റീരിയലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യൂസർ മാനുവൽ, യെസ്, ഇവിടെ സോണിയുടെ ഒരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനാമിക് സ്റ്റീരിയോ ഹെഡ്ഫോൺ ആണ്, MDR7506 പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ടും റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റിന് ഒരു റെഡ് കളർ, ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലൂ കളർ ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി ഹെഡ്ഫോൺ ആണ്. ഇവിടെ കാണാം സ്റ്റുഡിയോ മോണിറ്റർ എന്ന് പറഞ്ഞ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, കണ്ടോ, ബെസ്റ്റ് ഇൻ ക്വാളിറ്റി ആണ്. ബിൽറ്റിംഗ് ഒക്കെ പക്കായിട്ട് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ മേലത്തെ ഈ ഒരു സംഭവം കുഷനിങ്, ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ ഇയർ കപ്പില്ലേ, ഈ ഇതും നമുക്ക് സ്പോഞ്ചും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല കംഫർട്ടാണ്, അത്യാവശ്യം നല്ല കുഷനിങ് ആണ് ഇവിടുത്തെ ഇയർ കപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒടിച്ച് മടക്കിയൊക്കെ വെക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, കേബിളിൻ്റെ ലെങ്ത്ത് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തി കേബിളാണ് വരുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്കിൻ്റെ കൂടെ തന്നെ ഇത് 6.3 mm ഒരു അഡാപ്റ്റർ കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതേപോലുള്ള കണ്ടൻസർ മൈക്രോഫോണിലൊക്കെ നമുക്ക് ഈ മോണിറ്റർ, നമ്മുടെ വോയിസ് മോണിറ്റർ ചെയ്യാനായിട്ടൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണിത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ആ സൗണ്ട് സെപ്പറേഷനും ട്രാക്ക് സെപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. സ്റ്റൈലിഷ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാക്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് പർപ്പസിൽ, പോഡ്കാസ്റ്റിംഗ്, വോയിസ് ഓവർ ചെയ്യുമ്പോഴേക്കും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത് സോണിയുടെ. പിന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ കുഷനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർ ഹെഡിൽ കുഷനിങ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻലി ഇങ്ങനെയുള്ള ഹെഡ്ഫോൺ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഉണ്ടാവും. നമുക്കത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. നോ ഇഷ്യൂ. ഇവിടുത്തെ ഈ ഒരു കുഷനിങ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിത് എക്സ്പാൻഡ് ആവും ഈ സാധനം. ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടും തിരിച്ചും മറിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ കൊടുത്തിരുന്നത്, ഇങ്ങനെ വെക്കാനാണ്. കേബിള് ഡിറ്റാച്ചബിൾ അല്ല. ഇത് കേബിള് ഡിറ്റാച്ചബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരുന്നു. ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. ഈ സംഭവമില്ല, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മേളിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്നുള്ളൂ. ഈ ക്യാരി ബാഗിൽ, നമുക്ക് ഈ ട്രാവൽ ബാഗിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാം. ട്രാവൽ പർപ്പസിനൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മൾ പറയുന്നത് ഹൈ ക്വാളിറ്റി സൗണ്ട് ഇതിൽ നിന്നും കിട്ടും. എസ്പെഷ്യലി ഈ സൗണ്ട് സെപ്പറേഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റിംഗ് പർപ്പസിൽ, അതുപോലെ തന്നെ പോഡ്കാസ്റ്റിങ്, പിന്നെ ഈ റേഡിയോ ജോക്കീസൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണിത്. എന്ന് വെച്ചാൽ ഇത് വെച്ച് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അതും കേൾക്കാം. ബെസ്റ്റായിട്ട് നമ്മുടെ ആ സൗണ്ട് സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇത് കിട്ടും. മ്യൂസിക് പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ പോഡ്കാസ്റ്റിംഗ് പോലുള്ള ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കണ്ടൻസർ മൈക്രോഫോണിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എൻ്റെ മാക്കിൽ കണക്ട് ചെയ്യണം. സംഭവം നൈസാണ്. ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത്യാവശ്യം ബേസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്. പർച്ചേസിംഗ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 99 euro ഇതിൻ്റെ റേറ്റ് വരുന്നത്. നാട്ടിൽ ഏകദേശം ഒരു 9,000 അടുത്ത് വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.